ശരിക്കും മിഷൻ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളത് അന്നാണ് മനസ്സിലായത്. മറ്റേ ഞാൻ വിചാരിച്ച ഒരിടത്തും മിഷൻ പ്രവർത്തനമൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. അതായത് വില്ലേജുകളിലൊക്കെ പോയി ആൾക്കാരോട് കർത്താവിനെ പറ്റി പറയുക, അറിയാത്ത ജനങ്ങളോട് ഈശോയെ പറ്റി പറയുക, അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനങ്ങ് നിവർന്നങ്ങ് നിന്നിട്ട് ഈ കുരിശുരൂപത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോഴത്തേന് എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കര സങ്കടങ്ങ് വന്നു. അപ്പോൾ എൻ്റെ ഈശോ എന്തോരം വേദനിച്ച് എന്തോരം പീഡ അനുഭവിച്ച് വീണ്ടെടുത്ത ഈ മക്കൾ എത്രയോ പേരാണ് നഷ്ടപ്പെട്ടു പോകണമെന്നോർത്ത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന പോലെ തോന്നി. മിഷന് പോകണമെന്ന് ആദ്യമൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും അങ്ങ് പോയപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും കർത്താവ് ഞങ്ങളെ കൊണ്ട് 100 സ്റ്റെപ്പ് എടുപ്പിക്കുകയായിരുന്നു. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മിഷൻ ഷെയറിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ പങ്കുകൊടുക്കുക എന്നുള്ളത്. വാരിയേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ, ഒരു പരീക്ഷ മറികടക്കേണ്ടി വരുമ്പോഴൊക്കെ നമ്മുടെ കഴിവുകൾക്കപ്പുറത്ത് നമ്മൾ ആശ്രയിക്കുന്ന ദൈവിക ശക്തിയെ പക്ഷേ പലർക്കും ഇപ്പോഴും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും തങ്ങളെ സഹായിക്കുന്ന ദൈവത്തെ ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത അനേകം പേരുണ്ട് നമ്മുടെ ലോകത്തിൽ. അവരെ ഈശോയെ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒത്തിരി മനുഷ്യർ ഈ കാലഘട്ടത്തിൽ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലുള്ള ഒരു കുടുംബത്തെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കോതമംഗലം രൂപതയിലെ വിജ്ഞാനമാത ഇടവകയിലെ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥ കുടുംബത്തിന്റെ അടുത്താണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മുൻ ഫിസിക്സ് അധ്യാപകൻ പ്രൊഫസർ ജോസ് എബ്രഹാം, ഒപ്പം പ്രിയപ്പെട്ട പത്നി BSNL നിന്നും ഡിവിഷണൽ എഞ്ചിനീയറായി വിരമിച്ച ചിന്നമ്മ ജോസ്. ഇവർ രണ്ടുപേരുമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരുപാട് സ്നേഹത്തോടെ രണ്ടുപേർക്കും സ്വാഗതം. അപ്പം എങ്ങനെയാണ് നമ്മുടെ വിശേഷങ്ങൾ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ആദ്യം കുടുംബത്തെ ഒന്ന് പരിചയപ്പെടുത്തി. മക്കൾ ആരൊക്കെയാണ്, എത്ര പേരുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ഞങ്ങൾക്ക് മക്കൾ 3 പേരാണുള്ളത്. മൂത്തയാൾ മോന് ബാംഗ്ലൂർ സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ ഗൈനക്കോളജിസ്റ്റാണ്, അവൾ എറണാകുളത്ത് ESI ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. മൂന്നാമത്തെ ആൾ സോഫ്റ്റ്വെയർ ആണ്, അത് ഓസ്ട്രേലിയയിലാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു മിഷൻ മേഖലയിലേക്ക് ഇങ്ങനെ ഒരു താല്പര്യമൊക്കെ തോന്നിയത്? ഈശോയ്ക്ക് വേണ്ടി നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു റിട്ടയർഡ് ലൈഫിലെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിരുന്നാൽ പോരാ, ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത വന്നത് എങ്ങനെയാണ്? കുട്ടിക്കാലം മുതലേ അങ്ങനെ ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു? ഞാൻ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് മിഷൻ ലീഗിലുണ്ടായിരുന്നല്ലോ. മിഷൻ ലീഗിലുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് മിഷനെ പറ്റി കൂടുതൽ അറിയാനും അവിടെ ഒന്ന് പോയി കാണാൻ, എങ്ങനെയാണ് ഈ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അറിയാനായിട്ട് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സാഹചര്യം കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങളുടെ ഒരു കസിന്, ചിന്നമ്മയുടെ ഒരു കസിൻ ഇവിടെ വന്നു, വീട്ടിൽ വന്നു. പുള്ളി ആദിലാബാദ് രൂപതയെ വർക്ക് ചെയ്യായിരുന്നു. വൈദികനായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ പുള്ളി ഇവിടെ വന്നപ്പോൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അങ്ങേര് പറയുന്നത് അവിടെ ശരിക്കും മിഷൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് വീടുകളിൽ പോയിട്ട് ആൾക്കാരോട് സുവിശേഷം പറയുന്നുണ്ട്. നമ്മുടെ ആൾക്കാർ അധികവും അല്ലാത്തവർക്കും കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണണമെന്നായി. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നത്. മിഷൻ മേഖലയിലെ വൈദികരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയല്ലേ? അതെ. അപ്പം ആ ഒരു ആദ്യത്തെ യാത്ര എങ്ങനെയായിരുന്നു? അപ്പോൾ അച്ഛൻ്റെ കൂടെയായിരുന്നു ആദ്യത്തെ യാത്ര? അല്ല, ഞങ്ങൾ ട്രെയിനിൽ പോയി അവിടെ ചെന്ന് ഇറങ്ങേണ്ട സ്റ്റേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയപ്പോൾ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ വണ്ടി കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ വണ്ടിയിൽ കയറി ഞങ്ങൾ അരമനയിലേക്കാണ് പോയത്. അവിടെ പിതാവിന് ഒരു വാഹനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ വാഹനം ഞങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാനായിട്ട് തന്നു ഒരാഴ്ചത്തേക്ക്. ഓക്കെ. അതായത് ബിഷപ്പ് ഹൗസിലുള്ള ആകെയുള്ള വാഹനം നമുക്ക് അവിടെ സന്ദർശനം നടത്താനും പ്രാർത്ഥിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് വിട്ടുതന്നു. ഓക്കെ. ആദ്യത്തെ ആ ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചത്? ഒപ്പം നമ്മുടെ ഒരു മിഷനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാട് എത്രത്തോളം മാറി? ശരിക്കും മിഷൻ പ്രവർത്തനം നടക്കുന്നുണ്ടെന്നുള്ളത് അന്നാണ് മനസ്സിലായത്. മറ്റേ ഞാൻ വിചാരിച്ച ഒരിടത്തും മിഷൻ പ്രവർത്തനമൊന്നും കാര്യമായിട്ട് നടക്കുന്നില്ല. ശരിക്കും നമ്മുടെ ഒരു മനസ്സിലുണ്ടല്ലോ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണമെന്ന്. സങ്കല്പങ്ങളുണ്ട്. അതെ, ആ സങ്കല്പം അനുസരിച്ച് അവിടെ ഒരു മിഷൻ പ്രവർത്തനം നടക്കുന്നുണ്ട്. നല്ലൊരു മിഷൻ പ്രവർത്തനം നടക്കുന്നുണ്ടായിരുന്നു. അതായത് വില്ലേജുകളിലൊക്കെ പോയി ആൾക്കാരോട് കർത്താവിനെ പറ്റി പറയുക, അറിയാത്ത ജനങ്ങളോട് ഈശോയെ പറ്റി പറയുക,
അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് ആദ്യത്തെ യാത്രയുടെ ഓർമ്മകൾ എങ്ങനെയാണ്? ആദ്യത്തെ യാത്രയുടെ ഓർമ്മകൾ ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുക. അതിൽ പിതാവിൻ്റെ നമ്മളോടുള്ള കരുതലും അവിടെയുള്ള ജനത്തിനോടുള്ള കരുതലും, അതുപോലെ അന്ന് പ്രിൻസിപ്പൽ പിതാവല്ലോ, അല്ല, അന്ന് ജോസഫ് കുന്നത്ത് പിതാവ CMI. അപ്പോൾ ആ കരുതലും അവിടെ ഉള്ളവരുടെ തമ്മിലുള്ള സഹകരണവും അതൊക്കെ എനിക്ക് വളരെ എൻ്റെ ഓർമ്മയിൽ ഇപ്പോഴും നിൽക്കുക. വില്ലേജുകളിൽ പോകുമ്പോൾ ഉള്ള ആ വില്ലേജുകളിലെ അവസ്ഥകൾ ഏറ്റവും കൂടുതലായിട്ട് ടച്ച് ചെയ്തത് അവിടുത്തെ ഒരു റിമോട്ടൊരു വില്ലേജിൽ ചെന്നിട്ട് അവിടെ ഒരു കുർബാന അർപ്പിച്ചതാണ്. ആ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെ കന്നുകാലികൾ അവിടെ എല്ലാം ഇഷ്ടം പോലെ ആടും പോത്തും കാളയും പശുവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഈ മുറ്റത്താണ് കന്നുകാലികൾ ഉറങ്ങുന്നത്. അപ്പോൾ ഈ കന്നുകാലിനെ എല്ലാം ഒരു സൈഡിലായിട്ട് അവർ മാറ്റി നിർത്തിയിട്ട് അവിടെ ഒരു തുണി പോലെ എന്തോ പടിതായ എന്തോ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ മുറ്റത്തൊരു വലിയൊരു പടിതായ വിരിച്ചിട്ട് അവിടെ ഒരു ചെറിയ മേശ ഇട്ടിട്ട് അച്ഛൻ കുർബാന ചൊല്ലി. പക്ഷെ എല്ലാവരുടെ കയ്യിൽ ബൈബിളുണ്ട്. ഈ ബൈബിള് അച്ഛൻ വായിക്കുമ്പോഴും സഹായി വായിക്കുമ്പോഴും എല്ലാം ഇവരത് തുറന്ന് മനസ്സിൽ വായിക്കും. എന്നിട്ട് അച്ഛന് പ്രസംഗമൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവരെല്ലാം പാട്ടൊക്കെ ഭയങ്കര സന്തോഷമായിട്ടാണ്. അപ്പോഴെനിക്ക് ഭയങ്കരമായിട്ട് അനുഭവമായിട്ട് തോന്നി. അപ്പം ഞാനന്നേരം ഓർത്ത് ഈശോ കാലിത്തൊഴുത്തിൽ വന്നപ്പം ആ ഒരു അനുഭവം. അപ്പോൾ അതിൽ എന്തോ ഒരു ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഇങ്ങനെയുള്ള സ്ഥലത്ത് ഇറങ്ങി വരാനാണല്ലോ. അങ്ങനെയൊക്കെ ഞാൻ ഓർത്ത് ഭയങ്കര എനിക്കൊരു അനുഭവമായിരുന്നു അത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ അവസരം കിട്ടുമ്പോഴെല്ലാം ഞാൻ പറയും. പിന്നെ നമുക്ക് കൂടുതലും പോകാൻ അതിലൂടെയാണ് നമുക്ക് കൂടുതൽ പോകാനും അവരുടെ അവസ്ഥകളിൽ അവരെ സഹായിക്കാനും ഒക്കെ. അപ്പം ഞാൻ ഓർക്കും നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് സമ്പത്ത് തന്നു, മക്കൾ തന്നു, വിദ്യാഭ്യാസം തന്നു. അപ്പം നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് എനർജറ്റിക് ആണ് അന്ന് തുടങ്ങുന്ന കാലത്തിൽ. അപ്പം അതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഇതില്ലാത്തവർക്ക് കൊടുക്കണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹം വന്നു. അപ്പോൾ സമ്പത്തിൻ്റെ കുറച്ച് മാറ്റി വെക്കും. മാറ്റി വെക്കും എന്ന് പറഞ്ഞാൽ അതിന് ഇന്ന പെർസെൻറ്റേജ് ഒന്നുമില്ല. ആരെങ്കിലും റിക്വയർമെന്റ് പറയുമ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നും. ഈ റിട്ടയർമെന്റിൽ ശരിക്ക് നമ്മളൊന്ന് വിശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ് പലരും ചെയ്യുക. പക്ഷെ ഈശോയ്ക്ക് വേണ്ടി തന്നെ നിലകൊള്ളണം, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുള്ള ഒരു പ്രചോദനം, അതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? പശ്ചാത്തലം വെച്ചാൽ ഞാൻ ഈ ഡിവൈൻ മേഴ്സിയിലെ തൊടുപുഴ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിയുണ്ട്. അവിടെ ഞാൻ പോകും. അവിടെ പോകുമ്പോൾ എനിക്ക് പോയിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ അമ്മയോട് എനിക്കിങ്ങനെ പറയണമെന്ന് തോന്നി, എന്തെങ്കിലും ഒരു ശുശ്രൂഷ എനിക്ക് തരണമെന്ന്. അപ്പം ഞാൻ അങ്ങനെ അവിടെ അത് കഴിഞ്ഞ ഉടനെ തന്നെ അച്ഛൻ അവിടെ പ്രേക്ഷിതരെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ പേര് കൊടുത്തു. അങ്ങനെ അവിടെ ശുശ്രൂഷ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പള്ളിയിലെ പല സംഘടനകളിലും ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഹോളി ലാൻഡിൽ പോകുന്നത്. ഹോളി ലാൻഡിൽ പോയിട്ട് അവിടെ ചെന്ന് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങിയൊന്നുമല്ല, ഞാൻ അത്ര ആഗ്രഹിച്ചു അല്ല പോയത്. പക്ഷെ പോകാറായപ്പോൾ ഞാൻ ഇറച്ചി മീനൊക്കെ ഉപേക്ഷിച്ച് ഇച്ചിരി നോയമ്പ് നോക്കി. അവിടെ ചെന്നപ്പോഴത്തേക്കും എല്ലാവരും ഈവനിങ്ങിൽ ഷെയറിങ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. അപ്പം അവിടുത്തെ എൻ്റെ ഈശോയെ എനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എല്ലാവരും ഈശോയെ കണ്ടവരൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഈ കുരിശും ചോട്ടിൽ നമ്മൾ നിരയായിട്ടങ്ങ് പോയി കുരിശും ചോട്ടിൽ ഞാൻ കൊണ്ടുപോയ ഭക്തസാധനങ്ങളെല്ലാം അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ചിട്ട് ഞാനങ്ങ് നിന്നിട്ട് ഈ കുരിശുരൂപത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോഴത്തേനും എൻ്റെ കണ്ണിൽ നിന്ന് ഭയങ്കര സങ്കടം അങ്ങ് വന്നു. അപ്പോൾ എൻ്റെ ഈശോ എന്തോരം വേദനിച്ച് എന്തോരം പീഡ അനുഭവിച്ച് വീണ്ടെടുത്ത ഈ മക്കൾ എത്രയോ പേരാണ് നഷ്ടപ്പെട്ടു പോകണമെന്ന് ഓർത്ത് എനിക്കങ്ങ് സഹിക്കാൻ പറ്റാത്ത ഒരു വേദന പോലെ തോന്നി. അത് കഴിഞ്ഞ് അത് കുറേ നേരം ഞാനിങ്ങനെ കരഞ്ഞു. ആ അനുഭവത്തിന് ശേഷം നാട്ടിൽ വന്നു കഴിയുമ്പോൾ എനിക്ക് ഈശോയെ ഈ അറിയാത്തവരും ഈ പീഡാസഹനം അനുഭവിച്ച് ഈശോ വീണ്ടെടുത്ത മക്കളെ അറിയാത്ത എത്രയോ മക്കളുണ്ട്. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും അതുപോലെ അവർക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ പാപികളായിട്ടുള്ളവർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയൊരു മനസ്സ് എനിക്ക് ദൈവം തന്നു. അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ കുർബാനയിൽ ഞാൻ പ്രത്യേകമായിട്ടും കൊന്തയിലും കുർബാനയിലും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നീട് നമ്മൾ അവിടെ പോയി, ഇപ്പോൾ ആദ്യത്തെ തവണ പോയി വീണ്ടും പല അവസരങ്ങൾ ഇതുപോലെ പോകാനായിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പം നമ്മൾ അവിടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു പ്രസൻസും നമ്മുടെ ഈ അങ്ങോട്ട് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഉള്ള അവരുടെ ആളുകളുടെ ഒരു സ്നേഹവും നമ്മളെ അവർ സ്വീകരിക്കുന്നതൊക്കെ ഏത് രീതിയിലായിരുന്നു? അങ്ങനെയുള്ള അവിടുത്തെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ ഒന്ന് പറയാം. അവിടെ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആൾക്കാർക്കൊക്കെ ഞങ്ങളോട് ഭയങ്കര താല്പര്യമായിട്ട് ഭയങ്കര സ്നേഹത്തിലാണ് അവർ പെരുമാറിക്കൊണ്ടിരുന്നത്. അത് അവിടുത്തെ എല്ലാ അച്ഛന്മാരും എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് അവിടുത്തെ ജനങ്ങളും.
അവർ വളരെ കാര്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. പ്രത്യേകിച്ച് തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമായിരുന്നു. അപ്പം ഞങ്ങൾ കൂടെയുള്ള അച്ഛൻ്റെ അനുവാദം മേടിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെയാണ് അവരുടെ ആവശ്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല. ഇവർ വല്ല പഞ്ഞി കൃഷിയാണ് ചെയ്യുന്നത്, പരുത്തി കൃഷി. അത് മിക്കവാറുമൊക്കെ ഡാമേജ് ആയിപ്പോകും, കാരണം ആ ആവശ്യത്തിന് മഴ കിട്ടുക, അല്ലെങ്കിൽ മഴ കൂടുതലായിപ്പോയി, അങ്ങനെയൊക്കെ വന്ന് ഭയങ്കര നഷ്ടങ്ങൾ വരും. അപ്പോൾ അവർക്ക് സാമ്പത്തികം ഇല്ല. അതുപോലെ തന്നെ പള്ളി പണിയാനാണ്, അവിടെ ഒരു ജക്കലപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പള്ളി പണിതിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അവർക്ക്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്നാൽ നമുക്കിവിടെ വന്നിട്ട് കുറച്ച് പൈസ സംഘടിപ്പിച്ച് കൊടുത്താൽ ആ പള്ളി കംപ്ലീറ്റ് ആയിക്കൊള്ളു. മറ്റേ ഈ മുറ്റത്തൊക്കെയാണ് കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് എന്നിപ്പോൾ പറഞ്ഞാൽ, വീടിൻ്റെ മുറ്റത്ത് കന്നാലി കെട്ടുന്നിടത്താ കുർബാന ചൊല്ലിക്കൊണ്ടത്. അപ്പോൾ അത് ഞങ്ങൾ ഇവിടുന്ന് പൈസ സംഘടിപ്പിച്ച് കൊടുത്തു, ആ പള്ളി പണി കംപ്ലീറ്റ് ആക്കി. അതിനുശേഷമാണ് പ്രിൻസ് പിതാവ് വരുന്നത്. പ്രിൻസ് പിതാവ് വന്നപ്പോഴത്തേക്ക് അവിടെ കൺവെൻഷൻ നടത്തുന്നുണ്ട്. കൺവെൻഷൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടെയൊന്നും ആർക്കും അറിയത്തില്ല, ആദ്യമായിട്ട് തുടങ്ങുന്നതാണല്ലോ. അപ്പം ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളൊരു 8-10 പേര് ഇവിടുന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അവിടെ പോയി. അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യം അവിടെ പോയി. പിന്നെ ഞങ്ങൾ വിചാരിച്ചു, അപ്പോൾ ആ പിതാവ് പറഞ്ഞു, ഇങ്ങനെ മറ്റ് ഇടവുകളിലൊക്കെ അച്ഛന് പിതാവിനൊരു ഷെയറിങ്ങിന് സൗകര്യം കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു പറഞ്ഞു. മിഷന്റെ കാര്യങ്ങൾ അതെ വിശദീകരിക്കാനായിട്ട്. അപ്പം ഞങ്ങളിവിടെ അടുത്തുള്ള പള്ളികൾ, ഞങ്ങൾ പരിചയമുള്ള അച്ഛന്മാരുടെ വികാരിയായിട്ടിരിക്കുന്ന പള്ളികളിലൊക്കെ പോയി പറഞ്ഞ് അങ്ങനെ പിതാവിന് ഷെയറിങ്ങുള്ള സൗകര്യം കിട്ടി. അപ്പോൾ പലയിടത്തും നല്ല സാമ്പത്തിക സഹായം പിതാവിന് കൊടുത്തു. അങ്ങനെ ആൾക്കാരെ തൊടുപുഴ ടൗണിൽ നിന്നാണെങ്കിൽ ഒരു വണ്ടി മേടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ മൂവാറ്റുപുഴക്കാരാണെങ്കിൽ വേറൊരു പള്ളി പണിത് കൊടുത്തു, 25 ലക്ഷം രൂപ മുടക്കി പള്ളി പണിത് കൊടുത്തു. പിന്നെ മറ്റേടോ കരിമണ്ണൂർ മുതൽക്കൂടൊക്കെ അവർക്ക് നല്ല സാമ്പത്തിക സഹായം ചെയ്തു പിതാവിന്. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായി, കാരണം അവിടെ സാമ്പത്തിക പ്രശ്നങ്ങൾ വലിയ ഗുരുതരമാണ്. ഇവർക്കിവിടെ ഒന്നും ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം ഇല്ല. നമ്മുടെ മിഷൻ പ്രവർത്തനങ്ങളാണെങ്കിലും അത് ഫലപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൗതിക സാഹചര്യങ്ങളോ സാമ്പത്തിക സാഹചര്യങ്ങളോ കുറവാണ്. അപ്പം നമ്മുടെ കേരള സഭയ്ക്കാണെങ്കിൽ നല്ലപോലെ സ്വത്തുള്ള സഭയാണല്ലോ. അപ്പം നമുക്ക് ശരിക്കും സഹായിക്കാൻ പറ്റും. ഞങ്ങളിവിടെ വന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊക്കെ അവർ ഞങ്ങളോട് കൂടി നിന്നിട്ട് സഹകരിക്കുന്നുണ്ട് അതിനകത്തല്ല. ആ രീതിയിൽ നമ്മൾ കുറെ ആളുകളെങ്കിലും ഈ ഒരു മിഷൻ മേഖലയെ കുറിച്ചിട്ടുള്ള ഒരു വേദനയിലേക്കും അവരെയും നമ്മൾ ചേർത്ത് പിടിക്കേണ്ടവരാണെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചു. തീർച്ചയായിട്ടും സാധിച്ചു. അപ്പം ഏകദേശം എത്ര തവണ നമ്മൾ ഇതുപോലെ മിഷൻ സന്ദർശനം നടത്തിയിട്ടുണ്ടാവും? ഞങ്ങളിപ്പോൾ 6 തവണ ആദിലാബാദ് രൂപതയിൽ തന്നെ പോയിട്ടുണ്ട്. അത് ഇങ്ങനെ ഓരോരുത്തർ പറയും ഞങ്ങൾക്ക് പോകണം, ഒന്ന് കൂടെ പോരാന്ന് ചോദിക്കും, ഞങ്ങളും ആ കൂടെ പോകും. പിന്നെ മിഷൻ ഇവിടെ ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. അങ്ങനെ കൺവെൻഷൻ വരുമ്പം പിതാവ് പറയും, ഞങ്ങൾ വിളിക്കും, ഞങ്ങൾ ഇത്രയും പേര് വരണമെന്നൊക്കെ പറയും, ഞങ്ങൾ പോകും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ തന്നെ ഒരു ടീമിനെ പിതാവ് തന്നെ ട്രെയിൻ ചെയ്തെടുത്തു, ഇങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥന ഞങ്ങൾ ചെയ്യുന്ന കണ്ട്. പിന്നീട് ഈ ആദിലാബാദ് കൂടാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒറീസയിലേക്ക് പോയി. ഒറീസയിലെ ഇപ്പോഴത്തെ അവിടുത്തെ വികാർ ജനറൽ ശംഷാബാദ് രൂപതയുടെ ഒറീസയിലെ മിഷന് വേണ്ടിയുള്ള വികാർ ജനറലാണ് ഫാദർ ജോസ് ചെറിയമ്പനാട്ട്, എരഞ്ഞിക്കാരനാണ്. അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ ഇവിടെ വന്നായിരുന്നു. അപ്പം അച്ഛനുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പം ഞങ്ങൾക്കും അവിടെ പോകണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ഒറീസ മിഷനിൽ പോയി. അവിടെ ഒരു 10 ദിവസത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ആദിലാബാദ് രൂപതയെക്കായാലും വളരെ കഷ്ടത്തിലാണ് ജനങ്ങൾ താമസിക്കുന്നത്. അവരുടെ വീടിൻ്റെയൊക്കെ സൈഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയൊന്നും ഇല്ല. അപ്പൊ അവരുടെ അവിടുത്തെ പള്ളിയുടെ മറ്റു സാഹചര്യങ്ങളൊക്കെ അതിലും പരിതാപകരമാണ്. പള്ളി ഇവിടെ ഈ MST അച്ഛന്മാര് ചെന്നിട്ട് പണിത പള്ളികളേ ഉള്ളൂ അവിടെ. ആ രീതിയിൽ നമുക്ക് അവരെ സഹായിക്കാൻ പറ്റുന്നതിന്റെ ഒപ്പം തന്നെ മറ്റ് ഇപ്പൊ നമ്മുടെ സഹപ്രവർത്തകരായിട്ടുള്ളവരും സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളും റിട്ടയർ ലൈഫിൽ നയിക്കുന്ന മറ്റ് വ്യക്തികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ആളുകളോട് ഇങ്ങനെ മിഷൻ മേഖലയെ കുറിച്ചും അവിടെ നമുക്ക് പ്രവർത്തിക്കാനുള്ള സാധ്യതകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ ഒരു താല്പര്യം എങ്ങനെയാണ്? അത് 2 തരത്തിലുള്ളവരുണ്ട്. ചിലർക്ക് താല്പര്യമുണ്ട്, ചിലര് നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നു. ചിലര് ഒന്നിലും പെടാത്തവരുണ്ട്. എങ്കിലും കുറച്ചുപേരൊക്കെ അറിഞ്ഞ് താല്പര്യമുള്ളവരുണ്ട്. ഇവിടെ ഇപ്പൊ ഒരു നല്ലൊരു ടീമുണ്ട് തൊടുപുഴയില്, മിഷനോട് താല്പര്യമുള്ള.
ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ ഈ മാതൃവേദി, പിതൃവേദി അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് ചേർന്ന് ഇപ്പം വിൻസെന്റ് ഇപ്പോൾ സൊസൈറ്റി സംഘടനയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ ചേർന്ന് ഈ ഒരു മിഷൻ മേഖലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ്? ഞാൻ പിതൃവേദിയിലെ രൂപതാ പ്രസിഡന്റാണ് ഇപ്പോഴും. അതുകൊണ്ട് എനിക്ക് മറ്റു പള്ളികളുമായിട്ട് ബന്ധപ്പെടാൻ എപ്പോഴും സാധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പം ഞാൻ മറ്റു പള്ളികളിലൊക്കെ അറിയിച്ച് കഴിയുമ്പോഴത്തേക്കും അവർ കുറേ സഹായം മിഷനുകൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അങ്ങനെ ഒരു 70ഓളം പള്ളികളിൽ ഞങ്ങൾക്ക് ഈ പിതൃവേദി തുടങ്ങാനായിട്ട് സാധിച്ചു. ഞാൻ ആ പോസ്റ്റിലേക്ക് വരുമ്പോൾ 5 പള്ളികളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 70 ഉയർത്തി. അപ്പോൾ ഇവിടെ പല പള്ളികളിലും 10-25 പള്ളികൾ ഞങ്ങളോട് സഹകരിച്ചാണ് നിൽക്കുന്നത്. അവർ മിഷന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അവർ സഹകരിക്കും. ഇപ്പോൾ തന്നെ ഒരു 1000 കിലോ കേക്ക് കൊടുക്കണമെന്ന് പല പള്ളിയിൽ നിന്നുമായിട്ടാണ് പൈസ കിട്ടുന്നത്. അതുപോലെ തന്നെ അവിടെ പള്ളി പണിയാനായിട്ടും വളരെയധികം പേര് സഹകരിക്കുന്നുണ്ട്. അവിടെയൊക്കെ വില്ലേജിൽ ഇവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് കോമൺ ആയിട്ടൊരു സ്ഥലമില്ല. അപ്പോൾ നമുക്ക് ചെറിയ പള്ളികൾ മതി. 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപയൊക്കെ മാക്സിമം വരുള്ളൂ. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു പള്ളി അത്യാവശ്യം ഒരു പള്ളി ആകും. ഇത്രയും മിഷൻ യാത്രകൾ നടത്തി, ഇത്രയും സ്ഥലങ്ങൾ സന്ദർശിച്ചു, ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മൾ സാധാരണ ക്രൈസ്തവ ജീവിതം നയിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ. പകരം ഒരു മിഷൻ കാഴ്ചപ്പാട് നമുക്കൊക്കെ ഉണ്ടാകണം എന്നുള്ള അതിന്റെ ആ ഒരു കാഴ്ചപ്പാട് ഓരോ വ്യക്തിക്കും ഉണ്ടാകേണ്ടതിന്റെ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ട്? അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് മിഷൻ ഷെയറിങ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കർത്താവിനെ പങ്കുകൊടുക്കുക എന്നുള്ളത്. അതായത് കർത്താവ് എൻ്റെ അന്ത്യാഭിലാഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളും സുവിശേഷം പ്രസിദ്ധിയാണെന്ന് വിശുദ്ധ മാർക്കോസ് 16:15 പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൊറിന്ത്യൻസുകളുടെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം അതിനെനിക്ക് അഹംഭാവത്തിന് വഴിയില്ല, അതിൻ്റെ കടമയാണ്. പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തെ അറിയാത്ത, ഈശോയെ അറിയാത്തയിടത്ത് മനുഷ്യരോട് ഈശോയെ പറ്റി പറയുക എന്നുള്ളത് അവർ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, പറയുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ്. അപ്പോൾ ആ കടമ നമ്മളെ എല്ലാവരും നിർവഹിച്ചേ പറ്റുള്ളൂ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാമോദിസ സ്വീകരിച്ച എല്ലാവരും ഐക്യപ്പെട്ടവരാണ്, മിഷണറിമാരാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നി. ഇത് ഞങ്ങൾ മറ്റുള്ളവരോടും പറയാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഇപ്പം റിട്ടയർമെന്റ് ലൈഫിലുള്ളവർ ഇപ്പം നമ്മളൊരു വിസിറ്റ് നടത്തി നമുക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തി കുറച്ച് ദിവസങ്ങൾ നിന്നിട്ട് പോരുന്നു എന്നതിനപ്പുറത്ത് ഇപ്പം ഒരു വർഷത്തേക്കോ അങ്ങനെ ഏതാനും മാസങ്ങളിലേക്കോ ഒക്കെ ഒരു കമ്മിറ്റ്മെന്റ് പോലെ നമ്മളുള്ള ഒരു നിയോഗം വെച്ച് ഒരു കുറെ കൂടി ദീർഘമായ ഒരു സമയം, 1 വർഷമോ 2 വർഷമോ ഒക്കെ മിഷൻ സ്ഥലങ്ങളിൽ പോയി പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ്? അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടോ? അങ്ങനെ പോയി പ്രാർത്ഥിക്കാനും എല്ലാം നമുക്ക് സൗകര്യമുണ്ട്. എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തു തരും. അതൊരു വലിയ അനുഗ്രഹമായിരിക്കും അവർക്ക്. നമുക്ക് അവിടെ പോയിട്ട് ഒരു നിത്യാരാധന ചാപ്പലുകളുണ്ടല്ലോ, അവിടെ പോയിട്ട് നിത്യാരാധന നടത്തിയാൽ മാത്രം മതി. കാരണം അവിടെ ഇരുന്ന് നിത്യാരാധന പ്രാർത്ഥന നടത്തുമ്പോഴത്തേക്കും കർത്താവ് തീർച്ചയായിട്ടും അതിനകത്ത് ഇടപെടും. ഇപ്പോൾ ഇവിടെ വണ്ണപ്പുറത്തുനിന്ന് ഒരു ഫാമിലി ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി ഇവരൊക്കെ എങ്ങനെ അറിഞ്ഞാണ്. വണ്ണപ്പുറത്തുനിന്ന് ഒരു ഫാമിലി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ ദാനിയലച്ചൻ്റെ ഒരു ടീമിലുണ്ട്, ലോക സുവിശേഷത്തോടെ പ്രാർത്ഥിക്കാനായിട്ട്. ആ ടീമിലുണ്ട്. ആ ടീമിൽ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷെയറിങ് നടത്തിയായിരുന്നു. അപ്പോൾ കോഴിക്കോട്ട് നിന്നുള്ള ഒരു ദമ്പതികളും ഇതുപോലെ അവിടെ പോയി കുറേ നാൾ താമസിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ പലർക്കും പ്രചോദനമാകുന്നുണ്ട്. ഞാൻ പറയുന്നത്, നമുക്ക് പറ്റുന്നിടത്തോളം ആൾക്കാർ അവിടെ പോയി അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നമ്മൾക്ക് ഡ്യൂട്ടിയാണ് ശരിക്കും പറഞ്ഞത്. തീർച്ചയായിട്ടും. ഒപ്പം നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിലെ ഇപ്പം നമ്മുടെയൊക്കെ വിസിറ്റുകളുടെയും നമ്മുടെ സന്ദർശനത്തിന്റെയും പ്രാർത്ഥനകളുടെ ഒക്കെ ഫലമായിട്ട് അവിടെ ഇപ്പം ആദ്യം ചെന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ അവസാനം പോയി വന്ന ഒരു സാഹചര്യം വരെയുള്ള കാര്യങ്ങളൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ എത്രത്തോളം അവിടെ ഒരു പുരോഗതി ഉണ്ടായിട്ടുണ്ട്, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, കുറേയും കൂടി ശക്തമായ രീതിയിലുള്ള ഒരു വിശ്വാസ ജീവിതത്തിന് അവിടെ ഒരു സാഹചര്യം വന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് വരുന്നുണ്ടോ? പതുക്കെയെങ്കിലും അതൊരു പ്രോഗ്രസ് ഉണ്ടോ? ആദിലാബാദില് ആണല്ലോ ഞങ്ങളെ പല പ്രാവശ്യം പോയത്. അവിടെ അത് കാണാനുണ്ട്. ഓക്കെ. അപ്പൊ എന്തൊക്കെ ചേഞ്ചുകളാണ്, വ്യത്യാസമാണ് നമുക്കുള്ളത്? അപ്പൊ നമുക്ക് അന്ന് ആദ്യം ചെന്ന സമയത്ത് അവിടെ ഒരു വീടിന്റെ സ്ഥലത്ത് അല്ലെ പശുക്കളെയൊക്കെ മാറ്റി പശുക്കൾ നിർത്തിയിരുന്ന സ്ഥലത്ത് അവിടെയാണ് നമ്മളൊരു ഷീറ്റ് വിരിച്ച് കുർബാന ചെല്ലുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് കുറെ കൂടി മെച്ചപ്പെട്ട ഒരു ഹാളിലേക്ക് അല്ലെങ്കിൽ ഒരു പള്ളി പണിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ടാവും. പല സ്ഥലത്തും പള്ളികളായി. നമ്മൾ ഈ മിഷൻ യാത്രകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും. ദൈവിക ഇടപെടലിന്റെ ഒക്കെ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതില് ഇപ്പോ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പറയാൻ പറ്റുന്ന 1-2 സംഭവങ്ങൾ ചുരുക്കി നമുക്കൊന്ന് പറയാം. ഞങ്ങൾ ഒരിക്കലും ഇവിടുന്ന് കൺവെൻഷന് പോയപ്പോഴാണ് എൻ്റെ ഓർമ്മ,
നമ്മുടെ ഇടവകയിൽ നിന്നൊക്കെ ആയിട്ട് കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ ലാസ്റ്റ് ഡേയ്സിൽ വില്ലേജുകളിലൊക്കെ പോയി. അപ്പോൾ പോയിരുന്ന് പ്രാർത്ഥിച്ച്, അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ടീമായിരുന്നു. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. മിണ്ടില്ലാത്ത ഒരാളുണ്ടായിരുന്നു. അപ്പോൾ ചുറ്റും നിന്നോണ്ട് സ്തുതിച്ചു. സംസാരിക്കാൻ പറ്റാത്ത അപ്പോൾ ഒത്തിരി ഒച്ചത്തിൽ സ്തുതിച്ച് കുറേ സ്തുതിച്ച് കഴിഞ്ഞപ്പോൾ ആ പുള്ളി യേശുവേ എന്ന് പറഞ്ഞു. യേശുവേ ഒരു 3-4 പ്രാവശ്യമൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അനുഭവം ഉണ്ട്. സാറിന് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഞങ്ങളവിടെ ഇങ്ങനെ വില്ലേജുകളിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പയ്യന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് കയറി വന്നു. അവൻ കയറി വന്നിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 5-8 പേരാണ്, ഞങ്ങളെല്ലാവരും കൂടി അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവൻ അവിടെ ഉരുട്ട് വീണിട്ട് അവിടെ കിടന്നിട്ട് കുറച്ച് നേരം ഉരുളുമൊക്കെ ചെയ്തു. അവസാനം ശാന്തമായിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അറിഞ്ഞു അവന് എപ്പിലെപ്സി ഉണ്ടായിരുന്നു. ആ എപ്പിലെപ്സി മാറി എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. തമ്പുരാന്റെ ഒരു നേരിട്ടുള്ള ഇടപെടലാണ്. അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടില്ല? ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇത്തരത്തിൽ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതും അല്ലെ, ദൈവമാണ് നമ്മളെ അയച്ചത് എന്നുള്ളതിന്റെ ഒരു തെളിവ് പോലെ നമുക്ക് ദൈവിക ഇടപെടലുകൾ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറ്. അപ്പം ഇതുപോലെ തന്നെ മിഷൻ മേഖലയിലേക്ക് പോകണം എന്ന ആഗ്രഹം മനസ്സിൽ സൂക്ഷിക്കുകയും, പക്ഷെ എന്നാൽ എങ്ങനെ പോകണം, പോയാൽ പ്രശ്നമാവുമോ, അല്ലെങ്കിൽ അങ്ങനെ പല ഉത്കണ്ഠകളായിട്ടിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന കുടുംബങ്ങളോട് പലതവണ മിഷൻ മേഖലയിലേക്ക് കടന്നു ചെന്ന കുടുംബം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും എല്ലാവർക്കും പോകാവുന്ന ഒരു സ്ഥലമാണ് ഈ മിഷൻ രൂപ എന്ന് പറയുന്നത്. വലിയ ടീമായിട്ട് പോകാൻ അവർ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 4-5 പേര് കൂടാത്ത ഒരു ടീമായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവിടെ നമ്മളെ എല്ലായിടത്തും കൊണ്ട് കാണിക്കാനും, അതുപോലെ തന്നെ അവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. അപ്പോൾ ചാപ്പലിൽ പോയി കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കാനും എല്ലാ സൗകര്യം അവർ ചെയ്തു തരും. അതുപോലെ കുറച്ച് കൂടുതൽ കാലത്തിനാണെങ്കിൽ പോലും അതിന് അവർ സൗകര്യം ചെയ്തു തരും. ശരിക്കും നമ്മുടെ കേരളത്തിലെ രൂപതകളൊക്കെ കുറേം കൂടിയും തീക്ഷ്ണതയോടെ, കുറേം കൂടിയും ഗൗരവമായി മിഷൻ മേഖലയിലേക്ക് ഒരു മിഷൻ ടീമിനെ അല്ലെ സജ്ജമാക്കി ഇടയ്ക്കെങ്കിലും ഒരു സന്ദർശനവും അങ്ങനെയുള്ള യാത്രകളൊക്കെ നടത്തേണ്ടതല്ലേ? തീർച്ചയായിട്ടും. നമ്മുടെ രൂപതകളൊന്നും ഇത് വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഒറീസയിൽ ഞങ്ങൾ പോയിട്ട് അവിടെ അങ്ങനെയാണ് നമ്മുടെ കോതമംഗലം പിതാവ് പറഞ്ഞു, നിങ്ങൾ അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ 2 ഡിസ്ട്രിക്റ്റ് ദത്തെടുക്കാനും അവിടെ നമ്മുടെ അച്ഛന്മാരെ വിടാനും താല്പര്യപ്പെട്ടതെന്ന് പിതാവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കർത്താവിനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഒരു കടമ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ഒരു ചെറിയൊരു ചുമതലയല്ല. ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും ആത്യന്തികമായിട്ടുള്ള ചുമതല ഇതാണ്. അതെ. അപ്പം ഈ ഒരു റിട്ടയർമെന്റ് ലൈഫില് വളരെയധികം സമയം ദൈവത്തിന് വേണ്ടി കൊടുത്തപ്പോൾ നിങ്ങൾ രണ്ടുപേരും എത്രത്തോളം അതൊരു സംതൃപ്തിയും സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നുണ്ട്? ശരിക്കും നല്ലൊരു കോൺഫിഡൻസും ഈശോയിലുള്ള ഒരു വലിയ ഉറപ്പും ഒക്കെ ആയി. വിശ്വാസം ശക്തിപ്പെട്ടു എന്ന് പറയാം. വിശ്വാസം ശക്തിപ്പെട്ടു. നമുക്ക് ഒരു പ്രശ്നം വന്നാലും ഇനി പിന്നെ കർത്താവ് ഉണ്ടെന്നുള്ള വലിയൊരു ഉറപ്പ് കിട്ടി. അത് മനസ്സിൽ ആഴത്തിൽ അങ്ങോട്ട് ബോധ്യമായി. അതിന്റെ സന്തോഷവും സമാധാനമുണ്ട്. മിഷന് പോകണമെന്ന് ആദ്യമൊക്കെ വിചാരിച്ചപ്പോഴത്തേക്കും അങ്ങ് പോയപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞങ്ങൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോഴത്തേക്കും കർത്താവ് ഞങ്ങളെ കൊണ്ട് 100 സ്റ്റെപ്പ് എടുപ്പിക്കുകയായിരുന്നു. ഈ രീതിയിൽ ശരിക്കും റിട്ടയർമെന്റ് ലൈഫ് സംതൃപ്തമായി ഫലപ്രദമായിട്ട് മുന്നോട്ട് നയിക്കാൻ സാധിച്ചു എന്നതിന്റെ ഒരു സംതൃപ്തിയിലാണ് രണ്ടുപേരും. തീർച്ചയായിട്ടും. ഓക്കെ. ശരിക്കും ഈ ഒരു പങ്കുവെക്കുന്ന സ്നേഹം മറ്റൊരു ഉദാഹരണമായിട്ട്, വലിയൊരു പ്രചോദനാത്മകമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് രണ്ടുപേരുടെയും ജീവിതം മാറുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജോസ് സാറും ചെന്നമ്മ ചേച്ചിയും രണ്ടുപേരും മുന്നോട്ട് വയ്ക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു മാതൃക ഒത്തിരി പേർക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ്. കാരണം ഇന്ന് മിഷൻ മേഖലകളിൽ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി പേരെ സഭയ്ക്ക്, കർത്താവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ റിട്ടയർമെന്റ് ലൈഫിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ സാധ്യത തന്നെയാണ് ഇരുവരും നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നത്. ഈശോയുടെ വിളി അനുസരിച്ച് ഈശോയെ പങ്കുവെക്കാനായി ഈശോയാൽ അയക്കപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് പുറപ്പെടാനായിട്ട് നമുക്ക് ഒരുങ്ങാം. അതിനാവശ്യമായ പ്രചോദനവും ശക്തിയും ലഭിക്കുന്നതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വീണ്ടും മറ്റൊരു കുടുംബത്തിന്റെ മിഷൻ അനുഭവങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. ഗുഡ് ബൈ. വിളവധികം വേലക്കാരോ വിരളം, വിളവിന്റെ നാഥ വിളവെടുക്കുവാൻ. വിളവധികം വേലക്കാരോ വിരളം, വിളവിന്റെ നാഥ വിളവെടുക്കുവാൻ. വേലക്കാരായി അയക്കണമേ, അഭിഷേകത്താൽ ശക്തരാക്കണേ.